കഴിഞ്ഞ വീഡിയോയിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. ദൈവത്തിൻ്റെ മാനിഫെസ്റ്റ് ആയിട്ടുള്ള പ്രസൻസ്, എവിടെയൊക്കെയാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്, ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെ ഇരിക്കുന്നു, കാഴ്ചയിൽ ദൈവം എങ്ങനെയാണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ഓഡിബിൾ ആയിട്ടുള്ള വളരെ വ്യക്തമാകുന്ന ശബ്ദം നമുക്ക് മനുഷ്യർക്ക് കേൾക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. ദൈവശബ്ദം എങ്ങനെ കേൾക്കാൻ ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ആത്മാവിൽ കേൾക്കുവാൻ കഴിയും, വചനത്തിലൂടെ കേൾക്കുവാൻ കഴിയും, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധ്യമാണ്. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പോലെ വളരെ ഓഡിബിളായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുമോ എന്നുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കേൾക്കുവാൻ കഴിയുമെങ്കിൽ അത് ഏത് ഭാഷയിലായിരിക്കും ദൈവം സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ശബ്ദം എപ്രകാരമായിരിക്കും, എങ്ങനെ ആ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും തുടങ്ങിയ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വേദപുസ്തകത്തിൽ എവിടെയെല്ലാമാണ് കർത്താവ് ഓഡിബിളായിട്ട് സംസാരിച്ചിരിക്കുന്നത് എന്ന ഭാഗം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ദൈവം പല സന്ദർഭങ്ങളിൽ കർത്താവ് പലർക്കും വ്യത്യസ്ത രീതിയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് സംസാരിച്ചത്. അഥവാ കേൾക്കുവാൻ, മനുഷ്യന്റെ കാതുകളിൽ കേൾക്കുവാൻ കഴിയത്തക്ക വണ്ണമുള്ള ക്ലിയർ ആയിട്ടുള്ള വോയിസാണ് അവരെല്ലാം കേട്ടത്. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്നും അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. മോശയ്ക്ക് മുമ്പിൽ വെളിപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ദൈവം വളരെ വ്യക്തമായി ഓഡിബിളായിട്ടാണ് മോശയോട് സംസാരിക്കുന്നത്. മറ്റൊരു ഭാഗം ശ്രദ്ധിച്ച് ഏലിയാവിനോട് ദൈവം സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഈ സന്ദർഭത്തിൽ ഏലിയാവിനോട് ദൈവം സംസാരിക്കുന്ന ശബ്ദം നോക്കെ വളരെ മൃദുവായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, കാമായിട്ടുള്ള ശബ്ദത്തിലാണ് ദൈവം ഏലിയാവിനോട് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ദൈവം വളരെ കാമായിട്ടാണ് സംസാരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള ശബ്ദമായിരിക്കും? നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമാകുന്ന ശബ്ദമാണുള്ളത്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്നെ അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാകും ഇന്ന വ്യക്തിയാണ് സംസാരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടേതാകുന്ന ശബ്ദമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കിടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ശമൂവേൽ ബാലനെ ദൈവം രാത്രി വിളിക്കുകയാണ്. ശമൂവേലെ ശമൂവേലെ എന്ന് വിളിക്കുമ്പോൾ ശമൂവേൽ ഓടി ചെല്ലുന്നത് ഏലിയുടെ അരികിലേക്കാണ്. ഒരിക്കലും ശമൂവേൽ ഒരു അശരീരി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുകയോ അത്ഭുതപ്പെടുകയോ ചെയ്തില്ല. പകരമായി കൃത്യമായി ഏലി പുരോഹിതന്റെ അടുക്കിലേക്കാണ് ശമൂവേൽ പോയത്. എന്തുകൊണ്ടാണ് ഒരു ശബ്ദം, അപരിചിതമാകുന്ന ശബ്ദം കേട്ടപ്പോൾ ശമൂവേൽ ഭയക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അത് ദൈവമാണെന്ന് ചിന്തിക്കാതിരുന്നത്? മറ്റൊന്നും കൊണ്ടല്ല. ശമൂവേൽ കേട്ട ശബ്ദം ഏലി പുരോഹിതന്റെ അതേ ശബ്ദത്തിലാണ് ദൈവം ശമൂവേലിനോട് സംസാരിച്ചത്. ഒരു പ്രാവശ്യമല്ല, 3 തവണ ഈ ശബ്ദം കേൾക്കുകയും 3 തവണയും ശമൂവേൽ ഏലി പുരോഹിതന്റെ അടുത്തേക്കാണ് ചെന്നത്. കാരണം വളരെ ക്ലിയറായി ശമൂവേൽ കേട്ടത് ഒരു പക്ഷേ ഏലി പുരോഹിതന്റെ അതേ ശബ്ദം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ശമൂവേലിന് യാതൊരു സംശയവും കൂടാതെ പുരോഹിതന്റെ അടുത്തേക്ക് പോയത്. എന്നാൽ പുരോഹിതന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ തനിക്ക് മനസ്സിലായി ഇത് മറ്റാരുമല്ല, യഹോവയാണ് വിളിക്കുന്നത്. തുടർന്ന് ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. നോക്കുക, ദൈവശബ്ദം കേട്ട് പരിചയമുള്ള ഏലിക്ക് മനസ്സിലായി എങ്ങനെയാണ് ആ ശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന്. ഈ സന്ദർഭത്തിൽ ദൈവം സംസാരിക്കുന്നത് ഒരു മനുഷ്യന്റെ ശബ്ദത്തിലാണ്. അബ്രഹാമിന്റെ മുമ്പിലേക്ക് മനുഷ്യനായി വെളിപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു അശരീരിയല്ല അബ്രഹാം കേൾക്കുന്നത്, ഒരു സാധാരണ മനുഷ്യ ശബ്ദം പോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ശബ്ദമാണ് അബ്രഹാം കേൾക്കുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും ദൈവം അങ്ങനെയാണോ സംസാരിക്കുന്നത്? അതാണോ ദൈവത്തിന് യഥാർത്ഥമായ ശബ്ദം? ഒരിക്കലുമല്ല. യേശു സ്നാനപ്പെട്ട ഉടനെ സ്വർഗ്ഗം എന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതൊരു മൃദുസ്വരമോ അല്ലെങ്കിൽ ഏതെങ്കിലും മാനുഷികമായ ശബ്ദമോ ആയിരുന്നില്ല. അത് വളരെ ഘനമുള്ള സ്വർഗീയമാകുന്ന ഒരു ശബ്ദമാണ്. ആ ശബ്ദം കേട്ടപ്പോൾ ആരെങ്കിലും മറിഞ്ഞിരുന്ന് പറഞ്ഞതാകും എന്ന് ആരും ചിന്തിച്ചില്ല. പകരമായി സ്വർഗത്തിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാകത്തക്ക വണ്ണമുള്ള ഒരു വലിയ ശബ്ദമാണ് ജനം കേട്ടത്. മറ്റൊരു സന്ദർഭത്തിൽ യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരാകുന്ന പത്രോസും യാക്കോബും യോഹന്നാനുമായി യേശു കർത്താവ് മലമുകളിലേക്ക് പോകുമ്പോൾ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ 3 കുടിലുണ്ടാക്കാം എന്ന തൻ്റെ ശിഷ്യന്മാർ പറയുന്ന സമയത്ത് സ്വർഗീയമായ ശബ്ദം കേൾക്കുകയാണ്. അവൻ പറയുമ്പോൾ തന്നെ
പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിനെന്ന് ഒരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്ത് എന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. നോക്കുക, ഈ സന്ദർഭത്തിൽ ആ ശബ്ദം കേട്ട് ശിഷ്യന്മാർ ഭയക്കുകയും കവിഴ്ന്ന് വീണുകയും ചെയ്യുകയാണ്. ആ ഭയന്ന് വീഴുന്ന സന്ദർഭത്തിൽ യേശുവാണ് തൊട്ട് അവരെ ധൈര്യപ്പെടുന്നത്. കാരണം ആ ശബ്ദം ഭയപ്പെടുത്തുന്ന വണ്ണമുള്ള, വളരെ ഘനമുള്ള, ശക്തിയേറുന്ന ഒരു ശബ്ദമായിരുന്നു. ക്രൈസ്തവരെ കൊന്നുമുടിക്കുവാൻ പോയ പൗലോസിന് മുമ്പിലേക്ക് യേശു പ്രത്യക്ഷമാകുമ്പോഴും ഓഡിബിളായിട്ടുള്ള ഒരു ശബ്ദമാണ് പൗലോസ് കേൾക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ പത്രോസും വളരെ ഓഡിബിളായിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് അപ്പോസ്തലനാകുന്ന പത്രോസും കേൾക്കുന്നത്. യേശു പ്രാർത്ഥിക്കുന്ന മറ്റൊരു സന്ദർഭം ശ്രദ്ധിച്ചേ. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. വളരെ ക്ലിയറായി ദൈവം ഓഡിബിളായിട്ട് സംസാരിക്കുകയാണ്. ഇനിയും മഹത്വപ്പെടുത്തും. എന്നാൽ ഈ ശബ്ദം ഒരു കൂട്ടർ കേൾക്കുന്നത് ഇടി പോലെയാണ്, മറ്റൊരു കൂട്ടർക്ക് അതൊരു ദൂതൻ്റെ ശബ്ദമായിട്ടാണ് തോന്നുന്നത്. അർത്ഥം ഇതാണ്, ദൈവം ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ ചില സന്ദർഭങ്ങൾ കേൾക്കുവാൻ കഴിയും. കൂടെയുള്ള വ്യക്തികൾക്ക് ആ ശബ്ദം കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില ആളുകൾ ചോദിക്കും, ഞാൻ ഈ ശബ്ദം കേൾക്കുന്നില്ലല്ലോ, ആ വ്യക്തി മാത്രം എങ്ങനെയാണ് കേട്ടത്, ഞങ്ങൾ ഒരുമിച്ചാണല്ലോ പ്രാർത്ഥിക്കാൻ ഇരുന്നത് എന്ന ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമായി ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കൂട്ടർ വളരെ ക്ലിയറായി, ഓഡിബിളായി, വളരെ വ്യക്തമായ ദൈവശബ്ദം കേൾക്കുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് ഇടിയായും മറ്റൊരു കൂട്ടർക്ക് അതൊരു ദൂതൻ്റെ ശബ്ദമായിട്ടാണ് തോന്നിയത്. ഈ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഒരു മനുഷ്യൻ്റെ ശബ്ദമായിട്ടല്ല കേട്ടത്, പകരമായി അസാധാരണത്വമുള്ള, വളരെ ഘനമുള്ള, വളരെ ഗംഭീരമാകുന്ന ഒരു ശബ്ദമാണ്. ബൈബിൾ വേറെ ഭാഗത്ത് കാഹളത്തിനൊത്തവണ്ണമുള്ള നാദമാണ് കേൾക്കുന്നത്. വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ് കാണുന്നത്. വേറെ ഭാഗത്ത് ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് കേൾക്കുന്നത്. വളരെ ഗ്ലോറിയസ് ആയിട്ട് ദൈവം തന്നെ ജനത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കൽപ്പന കൊടുക്കുമ്പോൾ മോശയുടെ ദൈവം സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ ജനവും ആ ശബ്ദം കേൾക്കുകയാണ്. ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവ തൻ്റെ തേജസ്സും മഹത്വം ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ. തീയുടെ നടുവിൽ നിന്നും അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടെ ഇരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുപിടിക്കുന്നു. ആകയാൽ ഞങ്ങൾ എന്തിനു മരിക്കുന്നു? ഈ മഹത്തായ തീയ്ക്ക് ഞങ്ങൾ ഇരയായിത്തീരും. ഞങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. ഞങ്ങളെപ്പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? നീ അടുത്ത് ചെന്ന് നമ്മുടെ ദൈവമാകുന്ന യഹോവ അരുളി ചെയ്യുന്നത് ഒക്കെയും കേൾക്കുക. നമ്മുടെ ദൈവമാകുന്ന യഹോവ നിന്നോട് അരുളി ചെയ്യുന്നതൊക്കെയും ഞങ്ങളോട് പറക, ഞങ്ങൾ കേട്ട് അനുസരിച്ചു കൊള്ളാം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഇസ്രായേൽ ജനം മോശയോട് പറയുകയാണ്, ഞങ്ങൾക്ക് നേരിട്ട് ആ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല, ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഞങ്ങളോട് നേരിട്ട് ദൈവം സംസാരിക്കേണ്ട, പകരമായി നീ ചെന്ന് കേൾക്കുക, നീ കേൾക്കുന്ന കാര്യം ഞങ്ങളോട് അരുളി ചെയ്യുക. കാരണം ദൈവത്തിൻ്റെ ശബ്ദം അതിഭയങ്കരമാണ്, അതിഭീകരമാണ്. അതിനെ വഹിക്കുവാനുള്ള ശക്തി മനുഷ്യരാകും ഞങ്ങൾക്കില്ല. അപ്പോൾ ഒരു സന്ദർഭത്തിൽ ദൈവം മനുഷ്യനെ ശബ്ദം സംസാരിക്കുകയാണ്, ഇവിടെ ദൈവത്തിൻ്റെതാകുന്ന ഗ്ലോറിയിൽ സംസാരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ദൈവം വെളിപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് വ്യത്യസ്ത രീതിയിലാണ് ദൈവം തൻ്റെ ശബ്ദം തൻ്റെ ഭക്തന്മാരെ കേൾപ്പിക്കുന്നതും. എന്നാൽ ഇതുപോലെ എല്ലാമാണോ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം? ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ ശബ്ദം മനുഷ്യന് കേൾക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ചെറിയ ഫോമിലാക്കിയാണ് ദൈവം സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ദൈവത്തിൻ്റെ ശബ്ദം ഒരു മനുഷ്യനും വഹിക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം സകലത്തെയും ഉളവാക്കിയത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് തൻ്റെ വാക്കിനാലാണ്. ഒരു വാക്കിനാൽ സകലത്തെയും ഉളവാക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയുള്ള ആ ശബ്ദത്തെ കേൾക്കുവാൻ, വഹിക്കുവാൻ മനുഷ്യൻ്റെ കാതുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യനെ കേൾക്കുവാൻ തക്കവണ്ണമുള്ള രീതിയിലാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഈ പ്രപഞ്ചം ഉണ്ടായതിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് ഒരു ബിഗ് ബാങ് തിയറിയാണ്. ഒരു എനർജി, ഒരു വലിയ ശക്തി എവിടെ നിന്ന് ഉളവായി, അതുമായി ബന്ധപ്പെട്ടാണ് പ്രപഞ്ചമുണ്ടായത്. ആ ശക്തി ഏതാണ്? ആ ശബ്ദം ഏതാണ്? മറ്റൊന്നുമല്ല, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവത്തിൻ്റെ ശബ്ദമാണ്. ശാസ്ത്രത്തിന് അത് ബിഗ് ബാങ് തിയറി ആയിരിക്കും. എന്നാൽ വേദപുസ്തകം പഠിക്കുന്ന നമുക്കറിയാം, ആ ക്രിയേഷന് പിന്നിൽ വ്യാപരിച്ചിരുന്ന ഒരു ശബ്ദമുണ്ട്, അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഉണ്ടാകട്ടെ എന്ന ദൈവത്തിൻ്റെ ഒറ്റ ശബ്ദത്തിൽ
പ്രപഞ്ചത്തിൽ സകലത്തെയും ഉളവാക്കിയെങ്കിൽ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകല ഗാലക്സിയെയും ഒരു വാക്ക് കൊണ്ട് ഉളവാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം അത് ഒരു മനുഷ്യനും കേൾക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മനുഷ്യൻ കേട്ടത് വെച്ചും പരിമിതമാകുന്ന അറിവിൽ നിന്നുകൊണ്ടും ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെയും സിറിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലിരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു. ഒരു വാക്കുകൊണ്ടോ എക്സ്പ്ലനേഷൻ കൊണ്ടോ ഒന്നും ഒരു വ്യക്തികൾക്കും ദൈവത്തിൻ്റെ വലിപ്പമോ ദൈവത്തിൻ്റെ ശക്തിയോ അതുപോലെ ദൈവത്തിൻ്റെ ശബ്ദമോ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളുണ്ട്. പല മൃഗങ്ങൾക്കും പക്ഷികൾക്കും, ഉദാഹരണമായി വവ്വാലിനൊക്കെ കേൾക്കാൻ കഴിയുന്ന പോലെ പല ശബ്ദങ്ങളും കേൾക്കാൻ കഴിയാത്ത വണ്ണമുള്ള കാതുകളാണ് മനുഷ്യൻ്റെത്. ഈ കാതുകളിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്? ഒരിക്കലും കേൾക്കുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാൻ കഴിയും. അതിന് ഏത് ശബ്ദവും സ്വീകരിക്കാൻ കഴിയും. ഏത് ഭാഷയിലായിരിക്കും ദൈവം സംസാരിക്കുന്നത്, ഓഡിബിളായി സംസാരിക്കുന്നെങ്കിൽ തന്നെയും എന്നോട് കർത്താവ് അറബിൽ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാകുകയില്ല, ഹീബ്രുവിലോ ലാറ്റിനിലോ ഒന്ന് സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാകുകയില്ല. ദൈവത്തിന് സകല ഭാഷയും അറിയാം. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. മലയാളത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്ന ആളോട് ദൈവം ഇംഗ്ലീഷിൽ സംസാരിക്കും. ഹീബ്രു അറിയാവുന്ന ആളത്ത് മാത്രമേ ദൈവം ഹീബ്രുവിൽ സംസാരിക്കുകയുള്ളൂ. അല്ലാതെ അറിയാൻ വയ്യാത്ത ഭാഷ ഒരിക്കലും ദൈവം സംസാരിക്കുകയില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ദൈവികമാകുന്നൊരു ഭാഷയുണ്ട്. ബൈബിൾ പറയുകയാണ്, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും. അപ്പോൾ ദൂതന്മാർക്കൊരു ഭാഷയുണ്ട്, ദൈവികമാകുന്നൊരു ഭാഷയുണ്ട്. നമ്മൾ സ്വർഗത്ത് പോകുമ്പോൾ അവിടെ മലയാളമോ തമിഴോ തെലുങ്കോ ഒന്നും ആയിരിക്കത്തില്ല. അവിടെ സ്വർഗീയമാകുന്നൊരു ഭാഷയായിരിക്കും ഉള്ളത്. എന്നാൽ നമുക്ക് ഈ സ്വർഗീയ ഭാഷ അറിയാത്തത് കൊണ്ട് തന്നെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ തന്നെ ഭാഷയിലായിരിക്കും. ഇനി അഥവാ ദൈവം മറ്റൊരു ഭാഷയിൽ നമ്മളോട് സംസാരിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മളോട് സംസാരിക്കുന്നത് സർവ്വശക്തിയുള്ള ദൈവമാണ്. ദൈവം സംസാരിക്കുമ്പോൾ തന്നെ അത് വ്യത്യസ്ത മോഡുലേഷനിലായിരിക്കും, വ്യത്യസ്ത രീതിയിലായിരിക്കും ദൈവം സംസാരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ മനുഷ്യർ സംസാരിക്കുമ്പോഴും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ആയിരിക്കത്തില്ല എൻ്റെ വീട്ടിൽ ഞാൻ സംസാരിക്കുന്നത്. ദുഃഖം വരുമ്പോൾ സംസാരിക്കുമ്പോൾ മോഡുലേഷൻ വേറെയാണ്, കോപം വരുമ്പോൾ സംസാരിക്കുമ്പോൾ മോഡുലേഷൻ വേറെയാണ്, സന്തോഷം വരുമ്പോൾ മോഡുലേഷൻ വേറെയാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും നമ്മുടെ സംസാരിക്കുമ്പോഴുള്ള മോഡുലേഷൻ, നമ്മുടെ ശബ്ദം, നമ്മുടെ രീതികൾക്കെല്ലാം വ്യത്യാസം വരും. ഇതുപോലെ ദൈവം വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് നമുക്കത് അനുഭവിക്കുവാൻ കഴിയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏലിയാവിൻ്റെ ദൈവം സംസാരിക്കുന്നത് വളരെ മൃദുവാകുന്ന ഒരു ശബ്ദമാണ് ഏലിയാവ് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ യേശുവിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ ശബ്ദം വളരെ സ്വീറ്റ് ആയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്കത് ഓഡിബിളി കേൾക്കുവാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്വീറ്റായിട്ടുള്ള, തേനിലും തേൻകട്ടയേക്കാളും മാധുര്യമേറുന്ന ഒരു ശബ്ദമായിരിക്കും. യേശുവിൻ്റെ മുഴു സ്നേഹവും വെളിപ്പെടുന്ന രീതിയിൽ, ആ മുഴു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും യേശുവിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ യേശുവിൻ്റെ കല്ലറയ്ക്കലേക്ക് ഓടിച്ചെല്ലുന്ന മഗ്ദലനക്കാരത്തി മറിയ യേശുവിനോട് തിരയുകയാണ്. യേശുവിനെ കാണാത്തത് കൊണ്ട് തന്നെ വളരെ നിരാശയായിരിക്കുന്ന ഈ മറിയയുടെ മുമ്പിലേക്ക് യേശു വെളിപ്പെടുകയാണ്. എന്നാൽ യേശുവാണെന്ന് മനസ്സിലാക്കാതെ മറിയ സംസാരിക്കുകയാണ്. മറിയ സംസാരിക്കുന്നതിൻ്റെ ഒടുവിലായി യേശു വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ പേര് വിളിക്കുക, മറിയ എന്ന് വിളിക്കുകയാണ്. ആ മോഡുലേഷൻ, ആ സ്വീറ്റ് വോയിസ് അത്രയും സ്നേഹത്തോടു കൂടി മറിയ എന്ന് വിളിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ യേശു അല്ലാതെ ആരുമില്ല എന്നത് മനസ്സിലാക്കിയത് കൊണ്ടാണ്, കണ്ടിട്ടും മനസ്സിലായില്ലെങ്കിലും ശബ്ദം കേട്ടപ്പോൾ മറിയയ്ക്ക് ആളെ പിടികിട്ടിയത് ഇത് മറ്റാരുമല്ല, താൻ ഏറെ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന യേശുവാണ് എന്നുള്ളത്. അപ്പോൾ യേശുവിൻ്റെ ശബ്ദം വളരെ സ്വീറ്റാണ്, വളരെ കാമാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ചു ചെല്ലുന്ന സ്നേഹത്തിൻ്റെ ശബ്ദമാണ് യേശുവിൻ്റെത്. എന്നാൽ എല്ലായ്പ്പോഴും അത്തരത്തിലല്ല ദൈവം സംസാരിക്കുന്നത്. ഉദാഹരണമായിട്ട് ദൈവം വളരെ ആധികാരികമാകുന്ന വിഷയങ്ങൾ, വളരെ ഗൗരവമുള്ള വിഷയം സംസാരിക്കുമ്പോൾ അതിശക്തമാകുന്ന ശബ്ദമാണ് പുറപ്പെടുന്നത്.
പുറപ്പെടുന്നത്. നേരത്തെ വായിച്ചതുപോലുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ കൊടുക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് വളരെ ഖനമുള്ളതായിട്ടാണ്. അത് ഇസ്രായേൽ മക്കൾക്ക് വഹിക്കുവാനോ സഹിക്കുവാനോ കഴിയാതെ വണ്ണമുള്ള വളരെ കഠിനമാകുന്ന ശബ്ദമാണ് അവർ കേൾക്കുന്നത്. അത് ദൈവം സംസാരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവത്തെ ബേസ് ചെയ്തിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ധൈര്യമാണ്. എനിക്കൊരു വ്യക്തിയുണ്ട് ആശ്രയിക്കുവാൻ, താങ്ങുവാൻ, കൂടെ നിൽക്കുവാൻ, ഏതൊരാപത്തിലും കൂടെ നിൽക്കുവാൻ എനിക്ക് ഒരു വ്യക്തിയുണ്ട് എന്നൊരു ഉറച്ച ഫീലാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓഡിബിളായി കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്ന് മനസ്സിലാക്കുക. എല്ലായ്പ്പോഴും എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകണമെന്നും യാതൊരു നിർബന്ധവുമില്ല. പകരമായി ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് ദൈവം ഇത്തരത്തിൽ സംസാരിക്കുന്നത്. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും കർത്താവ് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. ഉദാഹരണമായിട്ട് വചനത്തിലൂടെ സംസാരിക്കും, നമ്മുടെ ആത്മാവിൽ സംസാരിക്കും. ഇതിനെപ്പറ്റി വളരെ വിശദമായ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവായി നിങ്ങൾ ആ വീഡിയോ കാണുക. ഇനി എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും നമ്മളോട് സംസാരിക്കുന്ന ദൈവം തന്നെയാണോ എന്നുള്ളത്? കാരണം പിശാചിനും ഈ സ്വരം ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയും. ഒരുപക്ഷെ നമുക്കാർക്കും ഈ ദൈവത്തിൻ്റെ യഥാർത്ഥ വോയിസ് അറിയത്തില്ല. അത് കൃത്യമായി അറിയാൻ കഴിയുന്നത് പിശാചിന് തന്നെയാണ്. കാരണം പിശാച്, ലൂസിഫർ ഒരിക്കൽ ദൈവത്തിന് മുന്നിൽ നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും വളരെ കൃത്യമായി ദൈവിക സ്വഭാവങ്ങളും ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ അറിയാൻ കഴിയുന്നത് പിശാചിനാണ്. ബൈബിൾ പറയുകയാണ്, സാത്താൻ തന്നെയും വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരികയാണ്. വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവിക ദൂതൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും പിശാചിന് വെളിപ്പെടുവാൻ സാധിക്കും. എങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകും? അതിനാദ്യം ദൈവിക സ്വഭാവത്തെ മനസ്സിലാക്കണം, ദൈവം ആരെന്ന് മനസ്സിലാക്കണം. അഥവാ ദൈവത്തിൻ്റെ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. വചനവിരുദ്ധമായി ഒരിക്കലും ദൈവം ഒരു നാളും സംസാരിക്കുകയില്ല. വചനത്തിലൂടെ മാത്രമേ ദൈവിക സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ മുമ്പിലേക്ക് വരുന്ന വ്യക്തികളോട് കർത്താവിൻ്റെ മനോഭാവം ശ്രദ്ധിച്ച് പാപികൾ യേശു മുമ്പിലേക്ക് വരുമ്പോൾ ഒരിക്കലും ദൈവം പാപികളെ കുറ്റപ്പെടുത്തുന്നില്ല. നീ പാപിയാണ്, നീ ദുഷ്ടനാണ്, നീ നരകത്വവും എന്നൊന്നുമല്ല കർത്താവോട് സംസാരിക്കുന്നത്. കർത്താവ് അവരെ പാപത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. ഒടുവിൽ കർത്താവ് പറയുകയാണ്, ഇനി മേലാൽ നിങ്ങൾ പാപം ചെയ്യരുത്. പാപം ചെയ്യരുത് എന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുവെങ്കിലും കർത്താവ് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരിക്കലും ദൈവമല്ല, അത് പിശാചാണ്. പിശാച് ദൂഷകനാണ്. പിശാച് എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുറ്റബോധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ തള്ളിയിട്ടുകൊണ്ടേയിരിക്കും. ഒരു തെറ്റ് സംഭവിച്ചാൽ റിപ്പീറ്റായിട്ട് നമ്മളെ കൊണ്ട് അത് ചിന്തിപ്പിച്ച് ആഴമാകുന്ന കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, പിശാചാണ്. ദൈവം നമുക്ക് നീതിബോധം നൽകുകയാണ്. നമ്മൾ നീതിമാനാണ് എന്നൊരു ബോധ്യം കർത്താവ് നമ്മുടെ മേൽ പകരുകയാണ്. തൻ്റെ മുമ്പിലേക്ക് വന്ന ചുങ്കക്കാരോടും പാപികളോടും പാപികളാകുന്ന സ്ത്രീകളോടും ഒക്കെ കർത്താവ് വളരെ ശാന്തമായി വളരെ സ്നേഹത്തോടു കൂടെയാണ് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തത്. എന്നാൽ കർത്താവ് വളരെ കഠിനമായി സംസാരിച്ച ഒരു കൂട്ടരുണ്ട്. അത് ആരോടാണ്? തനിക്ക് തന്നെ നീതിമാന്മാരാണ്, വിശുദ്ധരാണ് എന്ന് തോന്നി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റാരുമല്ല, അത് പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരുമാണ്. അവർ ഭക്തരെ നടിക്കുകയും മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന പരീശന്മാരോട് ശാസ്ത്രിമാരോട് ഒരിക്കലും കർത്താവ് വളരെ സോഫ്റ്റായിട്ട് കാമായിട്ടല്ല സംസാരിച്ചത്. എല്ലായ്പ്പോഴും കർത്താവ് അവരെ എതിർത്തിരുന്നു. ശിഷ്യന്മാരോട് പറയുകയാണ്, പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കുക. അപ്പോൾ യേശു കർത്താവ് എതിർത്തത്, റെസിസ്റ്റ് ചെയ്തത്, അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് പലപ്പോഴും പാപികളെയും ചുങ്കക്കാരെയും ഒന്നുമല്ല, പകരമായി ഭക്തരെന്ന് നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, അവരെ വിലയിരുത്തുന്ന വ്യക്തികളെയാണ് ദൈവം എല്ലായ്പ്പോഴും എതിർത്തിരുന്നത്. അതുപോലെ തന്നെ ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കർത്താവ് പുറത്താക്കുകയാണ്. അപ്പോൾ കർത്താവ് എല്ലായ്പ്പോഴും കാമായി സോഫ്റ്റായി സംസാരിക്കുകയല്ല, എല്ലാവരോടും കർത്താവ് ക്ഷമിക്കുകയല്ല. ഇതുപോലുള്ള ദൈവിക സ്വഭാവങ്ങളെ അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവിക ശബ്ദത്തെ തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ദൈവത്തിൻ്റെ ശബ്ദം ഓഡിബിളായി കേൾക്കുക എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായും ദൈവത്തിൻ്റെ ശബ്ദം ഓഡിബിളായി കേൾക്കുകയോ ആത്മാവിൽ കേൾക്കുകയോ വചനത്തിലൂടെ കേൾക്കുകയോ എങ്ങനെയാണ് കേൾക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ കേൾക്കണം എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളതിനായി നമ്മൾ സമയം കണ്ടെത്തണം, നമ്മളതിനായി നമ്മുടെ സമയം വേർതിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കുവാൻ നമ്മൾ ശീലിക്കണം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ ഓഡിബിളായി ഒരിക്കലെങ്കിലും ആ ശബ്ദം കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട്. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളത് കേൾപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങനെ അനുഭവിക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.